ശരിക്കും ഒരു 90s ലവ് സ്റ്റോറിയുടെ ചുരുളുകൾ അഴിയുകയാണ് സുഹൃത്തുക്കളെ. അതായത് നമ്മൾ പഴയ കാലത്തെ ഒരു പ്രണയമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നായിക ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഭയങ്കര ഒരു എന്തോ അറ്റാച്ച്മെന്റ് ഒക്കെ നായകനോട് കാണിക്കുന്നു. പക്ഷേ നായിക കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നായകൻ അതിലങ്ങോട്ട് വീഴുന്നു, നായകൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ നായിക പറയുന്നു സോറി, ഞാനൊരു സഹോദരനെ പോലെയാണ് ചേട്ടനെ കണ്ടത് എന്ന്. അങ്ങനെ നായകൻ ആകെ ഒരു ഭയങ്കര ദേഷ്യം വിഷമം ഒക്കെ കാണിക്കുന്നു. പിന്നെ അങ്ങോട്ട് നായകൻ നായികയുടെ പിന്നാലെ നടക്കുന്നു. അവസാന നായിക കുറച്ചൊക്കെ ആയിട്ട് ആ ഒരു എന്താണ് പ്രണയമൊക്കെ കാണിച്ചു തുടങ്ങുന്നു. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറയാറൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അങ്ങനെ ആദിലെടുത്ത് ആദ്യം തന്നെ അനുമോൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആദില പക്ഷെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ കളി കാര്യമായി എന്നുറപ്പിച്ചു. അത് അനുമോൾ തന്നെ പറയുന്നുണ്ട്, കളിക്ക് തുടങ്ങിയതാണ്, അത് ഇത്ര കാര്യമാവുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അനുമോളും ആദിലയും കൂടെ കിച്ചൺ സൈഡിൽ വന്നിട്ട് അനീഷിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ആരോടും മിണ്ടുന്നില്ല, എല്ലാം കൊണ്ടും മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊരു പ്രാങ്ക് അല്ല എന്നാണ് എനിക്ക് ഇപ്പം മനസ്സിലായത്. അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ഒരു പ്രാങ്ക് ഒന്നും അല്ല, അത് അനീഷ് ഇങ്ങനെ ആയിരിക്കത്തില്ല കൈകാര്യം ചെയ്യുക. ഇതൊരു ക്യാമറ പ്രസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും അല്ല. വളരെ നോർമലായിട്ട് വളരെ സ്വാഭാവികമായിട്ട് അനീഷിന് തോന്നിയ ഒരു പ്രണയം തന്നെയാണ് ഇത്. അനീഷിന് തോന്നും എന്ന് എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ എനിക്കൊരു ഗസ്റ്റ് അടിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ അനുമോൾ ഇവിടെ വരും എന്ന് തന്നെ അനീഷിന് അറിയാമായിരുന്നു കേട്ടോ. എന്നിട്ട് അനുമോളെ കണ്ടിട്ടുണ്ടെ അനുമോളോ നിങ്ങൾ ആരാന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ മനുഷ്യനാണ് ഇത്. അപ്പോൾ നമുക്കറിയാം അനുമോളെ തന്നെയാണ് ഏറ്റവും കൂടുതലും അനീഷ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ഒരു ടോം ആൻഡ് ജെറി ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു ലവിലേക്ക് കൊണ്ടുവരാൻ അനീഷ് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം അത്തരത്തിലുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയിലൂടെ ഒന്നും അല്ല. അനുമോളുടെ പാചകം, അനുമോളുടെ ആ ഒരു എന്താ പറയാ സദാചാര സ്വഭാവം ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കത, ഇതൊക്കെ. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അനുമോള് ഭയങ്കര ഒരു നിഷ്കളങ്കയായ സത്യസന്ധയായ ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് 100% പറയാം. കാരണം അനുമോൾ ഒളിപ്പിക്കുന്നൊന്നുമില്ല. അനുമോൾ തന്നെ പറയുന്നുണ്ട്